ഹായ് ഹലോ. ഇന്നൊരു ഫ്യൂവൽ പമ്പ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ ഇവിടെ മുന്നിൽ കണ്ടൊരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കൊത്താങ്കല്ല്, ആ സാധനം ഇവിടെ വലിയ ആൾക്കാർ വരെ കളിക്കുന്ന ഒരു ടേബിളും അതിൻ്റെ കല്ലും. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈവനിങ്ങിലൊക്കെ ആൾക്കാർ കളിക്കാറുണ്ട്, പകൽ രാവിലെ കളിക്കാറില്ല എന്ന്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇത് കളിച്ചാൽ കടം കയറും എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനമാണ്. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ സംഭവമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അവിടുന്ന് പമ്പ് സർവീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സൈറ്റിലേക്ക് പോയി. സൈറ്റിലെത്തിയപ്പോഴാണ് ഒരു കൊക്കോത്തോട്ടത്തിൻ്റെ അടുത്തായിരുന്നു സൈറ്റ്. കൊക്കോത്തോട്ടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വന്നു. സ്കൂളിൽ പോയിരുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കൊക്കോ ഒക്കെ അടിച്ചു മാറ്റി കുറേ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഗാനയിലാണെങ്കിൽ കൊക്കോയാണ് ഇവരുടെ മെയിൻ കൃഷി. എവിടെ പോയാലും കൊക്കോത്തോട്ടം കാണാം. പക്ഷേ ഇതുവരെ എനിക്ക് തോട്ടത്തിൽ കയറി എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊക്കോത്തോട്ടത്തിൽ കയറി കൊക്കോ പറിക്കാൻ നോക്കുന്നത്. കുറേ തപ്പിയിട്ടും പഴുത്തതൊന്നും കാണുന്നില്ല. എല്ലാം പച്ച, പഴുത്തതെല്ലാം ഉണങ്ങിയതായിരുന്നു. പിന്നെ കുറേ തിരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരെണ്ണം എൻ്റെ കണ്ണിൽ പെട്ടത്. അവനെ അപ്പം തന്നെ ഞാൻ പറിച്ച് എടുത്ത് അടുത്ത് കണ്ടായിരുന്ന ഒരു ഉണക്കക്കൊമ്പിലടിച്ച് അപ്പം തന്നെ പൊളിച്ചു. പിന്നെ നേരെ വണ്ടി കയറിയിരുന്ന് അവനെ കഴിച്ചു നോക്കി. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ കാലത്തിന്, വർഷങ്ങൾക്ക് ശേഷം, സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കഴിച്ചതാണ്. അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ ഇച്ചിരി ഒരു മൂത്തതും കൂടെ കഴിച്ചു നോക്കിയാലോ എന്ന്. പഴുത്തിട്ടില്ലാത്ത പച്ച കളറിൽ തന്നെ ഉള്ളതുണ്ട്. അതിന് ഇച്ചിരി പുളിപ്പും ഉണ്ടാവും, മധുരവും ഉണ്ടാവും. അങ്ങനെ വീണ്ടും പോയി ഒരു ഇച്ചിരി മൂത്തത് നോക്കിയിട്ട് ഒരെണ്ണം പറിച്ച് അത് പറിച്ചുകൊണ്ട് വന്ന് കഴിച്ച്. അതും നല്ല ടേസ്റ്റായിരുന്നു, പുളിയും മധുരമൊക്കെ ആയിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കൈയും കഴുകി വേഗം സ്ഥലം വിട്ട്. ഇനി സ്ഥലത്തിൻ്റെ ഓണർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം തടി തപ്പി